ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ കേന്ദ്ര നേതൃത്വത്തിന് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം റിപ്പോർട്ട് കൊടുത്തു. ശോഭാ സുരേന്ദ്രൻ, എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കെതിരെ ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. സി കൃഷ്ണകുമാർ പാലക്കാട് ലഭിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥി തന്നെയെന്നാണ് റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നത്. എ ശ്രീകാന്തും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കെ ആർ ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരും. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, ശരിക്കും നല്ല കാൻഡിഡേറ്റ് അല്ലെന്ന് ഇനി എങ്ങനെയാണ് ബി.ജെ.പി. പറയുക? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇത് ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല ബി ജെ പിയിൽ കാര്യങ്ങൾ. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ സംഭവങ്ങൾ പോകുമ്പോൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടാണ് ഇപ്പോൾ ഒരു ബോംബ് കണക്കെ പൊട്ടുന്നത്. അതായത് അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഈ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് ബി ജെ പി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ വരുന്ന 7-8 തീയതികളിൽ എറണാകുളത്ത് വെച്ച് ഭാരവാഹി യോഗം നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ. അതിൽ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ടാണ്, അതിൽ വെക്കുന്ന റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് അനുമതിക്കായി സമർപ്പിച്ചത്. അതിന്മേൽ ഇനി നടപടിയെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. അതിലെ ഉള്ളടക്കം കുറച്ചധികം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ശോഭാ സുരേന്ദ്രനും 4 കൗൺസിലർമാർക്കുമെതിരെ ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ശോഭാ സുരേന്ദ്രനും കൗൺസിലർ, ഈ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ സ്മിതേഷും സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചു. ഇരുവരുമാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്, സ്ഥാനാർത്ഥിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നഗരസഭയിൽ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ ശ്രമം നടന്നു എന്നും പറയുന്നു. മൊത്തം 4 കൗൺസിലർമാരും ശോഭാ സുരേന്ദ്രൻ്റെയും പേര് ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. പുറത്തു നിന്നും പ്രചാരണത്തിനായി എത്തിയവർ തങ്ങളുടെ വാർഡിൽ പ്രചാരണം നടത്തുന്നതിനെ പോലും ഈ ആരോപണ വിധേയരായ കൗൺസിലർമാർ എതിർത്തു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടന്നു. തങ്ങളുടെ അറിവിൽ ഏതാണ്ട് 160 വോട്ടുകൾ മറിക്കാനുള്ള നീക്കം നടന്നതിൻ്റെ തെളിവുകൾ കിട്ടി എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഈ പഞ്ചായത്തിൽ തന്നെ ഒരു പഞ്ചായത്ത് ഭാരവാഹിയുമായുള്ള സംഭാഷണം പുറത്തായതോടെ ജാഗ്രത പാലിക്കാൻ സാധിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ കണ്ണാടി പഞ്ചായത്തിൽ ശോഭാ സുരേന്ദ്രൻ നേരിട്ട് ഫോൺ ചെയ്ത് സംസാരിച്ചു പലരോടും എന്നാണ് ഈ റിപ്പോർട്ടിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതിഗുരുതരമായ ആക്ഷേപമാണ് അത് എങ്കിൽ മാത്രമല്ല, പരസ്യ പ്രസ്താവനയുടെ പേരിൽ എൻ ശിവരാജനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇനി ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നാൽ സന്ദീപ് വാര്യരുടെ പേരും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യർക്ക് നിർണായകമായ റോൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബി ജെ പിയിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ള നേതാക്കളുമായും പ്രവർത്തകരുമായും ബന്ധപ്പെട്ട് വോട്ട് മറിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 12,000 വോട്ട് ബി ജെ പി ഭാഗത്തു നിന്നും കോൺഗ്രസിലേക്ക് എത്തിക്കാം എന്ന് അദ്ദേഹം വാക്ക് നൽകി പ്രവർത്തിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. പാലക്കാട് സി കൃഷ്ണകുമാർ മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് കൃത്യമായ ലക്ഷ്യത്തോടെ റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് എത്തിക്കഴിഞ്ഞു. ഇനി നടപടി എന്തെങ്കിലും എടുക്കണമെങ്കിൽ അത് ദേശീയ നേതൃത്വമാണ് എടുക്കേണ്ടത്. ചോദ്യമുനകൾ ഇനി നീളാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനും ഈ കൗൺസിലർമാർക്കും നേരെയാണ്. അതിൽ എൻ സാബു ഉണ്ടാകും, സ്മിതേഷ് ഉണ്ടാകും, വിശ്വനാഥൻ ഉണ്ടാകും. അങ്ങനെ എണ്ണം പറഞ്ഞ കൗൺസിലർമാർ ഉണ്ടാകും എന്ന കാര്യത്തിൽ